യു പിയിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ്. മോദി യുഗത്തിന്റെ അവസാനം രാമരാജ്യമായ യു പിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് വെറുതെ പറയുന്നതല്ല, വ്യക്തമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിൽ കോൺഗ്രസിന് ലഭിച്ചത് വെറും ഒരു സീറ്റായിരുന്നു. രാഹുൽ ഗാന്ധി പോലും തന്റെ തട്ടകമായ അമേത്തിയിൽ സ്മൃതി ഇറാനിയോട് 50,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. കോൺഗ്രസ് ലോക്സഭയിൽ 52 സീറ്റുകൾ മാത്രമായി പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കാതെ ചുരുങ്ങി. എല്ലാവരും രാഹുൽ ഗാന്ധിയെ പഴിച്ചു. മോദിയും കൂട്ടരും കോടികൾ ഒഴുക്കി രാഹുലിനെ വ്യക്തിഹത്യ ചെയ്തു. ഫാസ്റ്റ് ഫോർവേഡ് ടു 2024 യു പിയിൽ കോൺഗ്രസിന് 6 സീറ്റുകൾ, മുന്നണിക്ക് 43, പകുതിയിലധികം സീറ്റുകൾ. 64 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP ഏതാണ്ട് പകുതിയായി 33 സീറ്റുകളിലേക്ക് ചുരുങ്ങി. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ 10%-ലധികമായി. ആർക്കും വേണ്ടാതിരുന്ന സീതാപൂർ സീറ്റിൽ കോൺഗ്രസിന്റെ വെറും ഒരു സാധാരണ പ്രവർത്തകൻ രാകേഷ് റാത്തോഡ് 1 ലക്ഷത്തോളം വോട്ടിനാണ് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. യു പിയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 4 ലക്ഷത്തോളം വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക്. വിശ്വഗുരു നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1/3 താഴെയായി വെറും 1,50,000-ഓളം മാത്രം. അതും രാമക്ഷേത്രം പണിത് കഴിഞ്ഞ് മാസങ്ങൾക്കകം നടന്ന തിരഞ്ഞെടുപ്പിൽ. ഇപ്പോഴിതാ CSDSന്റെ ഉത്തർപ്രദേശിലെ ഒരു സർവേ പുറത്തു വന്നിരിക്കുകയാണ്. അതിലെ പ്രധാന ചോദ്യം, പ്രധാനമന്ത്രിയായി ആരെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, രാഹുൽ ഗാന്ധിയോ മോദിയോ? അതിന്റെ റിസൾട്ട് 36% പേരും പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്നും വെറും 32% പേർ മാത്രം നരേന്ദ്രമോദി എന്നും. ഇത് കേരളത്തിലോ തെലങ്കാനയിലോ നടന്ന സർവേ അല്ല, മറിച്ച് മോദിയുടെ, യോഗിയുടെ യു പിയിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേ. അതുപോലെ മറ്റൊരു കാര്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ലീഡ് നില വെച്ച് നോക്കുമ്പോൾ യു പിയിലെ 403 നിയമസഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി 217 സീറ്റുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി. അതിൽ SP 178 സീറ്റുകളിലും കോൺഗ്രസ് 38 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റിലുമാണ് ഭൂരിപക്ഷം നേടിയത്. NDAക്ക് വെറും 181 സീറ്റുകളിൽ മാത്രമാണ് ലീഡ്. അതിൽ BJP 169 സീറ്റുകളിലും RLD 8 സീറ്റുകളിലും അപ്നാദൾ 4 സീറ്റിലുമാണ് ഭൂരിപക്ഷം നേടിയത്. ഇതോടെ ഒരു കാര്യം വളരെ വ്യക്തമാവുകയാണ്, നരേന്ദ്രമോദി മാജിക് എന്ന നീർക്കുമുള പൊട്ടിയിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിലെ മാത്രമല്ല യു പിയിലെ ജനങ്ങളും സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി മോദിയുടെ തകർച്ച ചീട്ടുകൊട്ടാരം പോലെ വേഗത്തിലായിരിക്കും. ജനങ്ങളെ വെല്ലുവിളിച്ച് രാജ്യത്തെ നശിപ്പിച്ച ഒരു ഭരണത്തിന്റെ അനിവാര്യമായ തകർച്ച.